ഹായ് ഡിയേഴ്സ്. ചില പൂക്കളുണ്ട് കൂമ്പി വിരിയും മുൻപ് അറുത്തെടുക്കപ്പെട്ടവ. ചിലത് വിരിഞ്ഞുവെങ്കിലും പയ്യെ പയ്യെ വാടി ഇല്ലാതാകുന്നവ. പൂർണ്ണതയിലെത്തി സന്തോഷം പകർന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൊഴിഞ്ഞു പോകുന്നവ. മറ്റു ചിലത് ഭാഗമായി പക്വമായി വസന്തവും ഗ്രീഷ്മവുമെല്ലാം ആസ്വദിച്ചും അതിജീവിച്ചും കടന്നു പോകുന്നവ. ഇതിലേതുമായാലും ഒന്ന് കോമണായി ഇവയ്ക്കുണ്ട്. എന്താണത്? കടന്നുപോകൽ. ഓരോ മനുഷ്യജീവനും ഇതുപോലെയൊക്കെയാണ്. ഇത് ഉൾക്കൊള്ളാൻ അത്ര ഈസിയാണോ ആ പൂക്കളുടെ ഉറ്റവർക്ക്? അവരെ അത് എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഉറ്റവർ, അതായത് ഏറ്റവും അടുപ്പമുള്ളവർ, വേണ്ടപ്പെട്ടവർ, മരണത്തോടെ വിട പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യാറ്? ഒന്ന് ഓർത്തെടുക്കൂ നിങ്ങൾ. തളർച്ച, പൊട്ടിക്കരയലുകൾ, വിങ്ങലുകൾ, നിർവികാരതകൾ, ഉത്കണ്ഠ, കുറ്റബോധം, ദേഷ്യം, തണുപ്പ്, ആൾ പോയെങ്കിലും ഉള്ളതുപോലെ പെരുമാറൽ, ഓട്ടപ്പാച്ചിലുകൾ, ബോധം മറിയൽ, തീവ്രമായ നിശബ്ദത, ചേതനയില്ലാത്ത ജീവിതം, ഭ്രാന്തമായ പെരുമാറ്റം, എക്സ്ട്രീം ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ സമചിത്തതയോടെ, ബാലൻസ്ഡായി. ഇങ്ങനെ ഏതെല്ലാമോ വിധത്തിൽ ഓരോരുത്തരും അത്തരം സന്ദർഭങ്ങൾ ഓവർകം ചെയ്യാറുണ്ട്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ, അല്ല മാസങ്ങൾ, അല്ലെങ്കിൽ വർഷങ്ങൾ, അതുമല്ലെങ്കിൽ ജീവിതാവസാനം വരെ. ഒരുപക്ഷെ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം, അത്തരം മനുഷ്യരെ കണ്ടിരിക്കാം. എന്നാൽ ഒരാളെ പരിചയപ്പെട്ടോളൂ, കിസ്സ ഗോദാമി. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയവൾ. സെർമൺ അറ്റ് ബനാറസ് എന്ന ക്ലാസ് 10 ലെസണിൽ നിങ്ങളിവരെ കണ്ടുമുട്ടും. കഥ പറയും മുൻപേ ഓർത്തോളൂ, ദിസ് ലെസൺ ഇസ് എ ലൈഫ് ലെസൺ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടും. എങ്ങനെയാണ് സത്യത്തിൽ ഉറ്റവരുടെ മരണത്തെ നേരിടേണ്ടത്? സമചിത്തതയോടെ. പക്ഷെ സാധിക്കാറുണ്ടോ? സാധിക്കണം, പതുക്കെയെങ്കിലും. അതെങ്ങനെ സാധിക്കും എന്നായിരിക്കും ചോദ്യം. കുട്ടികളെ, നിങ്ങൾ തന്നെ പറയൂ. അതെ, പതുക്കെ, ചിലരുടെ സ്നേഹക്കരുതലിൻ്റെ സഹായത്തോടെ, ഉപദേശങ്ങളിലൂടെ, കൗൺസിലിങ്ങിലൂടെ, ചില നല്ല നല്ല സന്തോഷവേളകളിലൂടെ, ചില തിരക്കിട്ട ഉത്തരവാദിത്വങ്ങളിലൂടെ, ചിലപ്പോൾ ചില മെഡിക്കേഷനിലൂടെ, അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ, പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, ആധ്യാത്മിക ടോക്കുകൾ കേട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും, കിസ്സ ഗോദാമിയും മരണത്തെ ഉൾക്കൊള്ളാൻ സാവധാനം പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെയെന്ന് അറിയണ്ടേ? അതെ, അതാണ് സെർമൺ അറ്റ് ബനാറസ് എന്ന ലെസണിൽ പറയുന്നത്. ശ്രീബുദ്ധൻ്റെ 2500 വർഷങ്ങളോളം പഴക്കമുള്ള ഈ സെർമണിൽ എങ്ങനെയാണ് ഏറ്റവും ക്ലോസ് ആയവർ, ഉറ്റവർ മരിച്ചാലുള്ള ദുഃഖത്തെ ഡീൽ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഗ്രീഫ് ഇസ് എൻ ഇമോഷൻ നാച്ചുറൽ ടു ഓൾ ടൈപ്സ് ഓഫ് ലോസ് ഓർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്. ഡെത്ത്, what is this mystery? A slow process? What a miraculous escape from the world. After the death of a loved one, sometimes you feel sadness, anger, guilty feeling, anxiety, loneliness, fatigue, or disbelief. These are all a broad range of feelings of grief. You yourself must understand this broad spectrum of various forms of grief so that you can tackle yourself as well as others when a situation arises. Remember, death is unexpected, so enjoy every moment of life. Sadness, loneliness, anger, anxiety, guilty feeling, fatigue, disbelief are all different forms of grief. So take care of you and others around you.